ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ദിവസം മുന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഒരു 2-3 ദിവസം എടുത്തു വെച്ച വിശേഷമാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മാമൻ്റെ മോളെ കല്യാണത്തിന് സെപ്റ്റംബർ 19 അന്ന് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു ഇതാണ് ആദ്യം എടുത്തു വെച്ചത്. അപ്പോൾ കൊടുവള്ളിയില്ല ഒരു കാറ്ററിംഗ് സർവീസാണ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും. അടിപൊളിയാണ് ഒരു എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ. പൊറോട്ട, നെയ്പത്തൽ, ബിരിയാണി, ബീഫ് കുറുമ, അങ്ങനെ അടിപൊളി ടേസ്റ്റില്ല നല്ല ഫുഡായിന്. പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇതാണ് ബ്രൈഡ്, റസ്ന എന്നാണ് പേര്. മാമൻ്റെ ചെറിയ മോളാണ്. ഇപ്പുറം നിൽക്കുന്നൊക്കെ ഉള്ള സിസ്റ്റർമാരെ 2 കുട്ടികളും കൂടിയാണ് ഇത്. പിന്നെ അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ്. അപ്പം ഇതാണ് ചെക്കന്, അംജദ് എന്നാണ് പേര്. അപ്പം കല്യാണമൊക്കെ സൂപ്പറായിട്ട് നടന്ന്. ഇത് തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം തലേന്ന് ചെറിയൊരു ഒപ്പന പോലെ ഞങ്ങൾ അപ്പം തന്നെ ഒന്ന് റെഡിയാക്കിയതാണ്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അന്നും ഞങ്ങൾ പിരിഞ്ഞ്. അങ്ങനെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് കാപ്പാട് ബീച്ചിൽ പോയ കുറച്ച് വിശേഷമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടിപൊളി വൈബാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഐസ്വരതിയൊക്കെ വാങ്ങിയിട്ട് കുടിച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ കടലിൻ്റെ തീരത്ത് അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിരുന്ന് നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, ഒരു റിഫ്രഷ്നെസ് കിട്ടുക. അത്ര നല്ലൊരു ബീച്ചാണ്. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് ഞങ്ങൾക്ക് വേറെ ദിവസമാണിത്. അപ്പോൾ ഞങ്ങൾക്ക് ഇക്കറയിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കറ ഹോസ്പിറ്റലിൽ പോയി മോളെ കാണിച്ച് പിന്നെ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ SM സ്ട്രീറ്റിൽ മിഠായിത്തെരുവിൽ ഒന്ന് പോയതാണ്. പ്രത്യേകിച്ച് വാങ്ങാനും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഒന്ന് ഒരു രസമാണല്ലോ വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് നടന്നിട്ട് വന്നേ. പിന്നെ ഇത് വേറെ ദിവസത്തെ ഒരു ലഞ്ച് വ്ളോഗാണ്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലോങ് വീഡിയോ ആണിത്. അപ്പം ഈ റെസിപ്പീസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വഴുതനങ്ങ ഫ്രൈ ആക്കാനും, പിന്നെ പരിപ്പ് ഇളവന് എന്ന് പറഞ്ഞാൽ കുമ്പളം കറിയും തേങ്ങരച്ച കറിയാണ്. പിന്നെ ഈ വെണ്ട മുളകിട്ടതും കേബേജ് തോരനുമാണ്. ഇന്ന് മീനും ഒന്നും ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നില്ല, കറിയൊന്നും വെക്കുന്നില്ല. ഇന്ന് ഫുൾ വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ച്. ഫുൾ വെജിറ്റേറിയൻ അല്ല, മുട്ടയും കൂടി പൊരിക്കുന്നുണ്ട്. അപ്പം ഇളവനും കുറച്ച് പരിപ്പും ഒരു 2-3 പച്ചമുളകും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്താൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പം ഒരു അരമുറി തേങ്ങ, ഒരു 3 ചുവന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കണേ. പിന്നെ വേറൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുകും കൂടിയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണേ. പിന്നെ അതിലേക്ക് 1/2 കഷ്ണം സവോളയും ഒരു പച്ചമുളകും കൂടി അരിഞ്ഞത് ഒന്ന് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ വെണ്ട മുളകിട്ടത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഈ മുളകിടുന്ന പോലെയൊക്കെ മുളകിട്ടാൽ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിൽ കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ തക്കാളി കൂടിയും ചേർത്ത് കൊടുക്കണേ. ഇവിടെ ഈ കയ്പ മുളകിട്ടത് ഇതേപോലെ ഈ വെണ്ട മുളകിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും.
കയ്പ്പ് മുളക് ഇട്ടത് മക്കളൊന്നും കൂട്ടില്ല, പക്ഷെ വെണ്ട മുളക് ഇട്ടതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ വെണ്ടയ്ക്കും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്ത് ഇതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ അടുത്തുണ്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം പുളി വേണം ഈ കറിക്ക്. പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒരു കുറുകിയ രൂപത്തിലാണ് കറി വേണ്ടത്, അധികം ലൂസാക്കി വെള്ളം ഒഴിക്കരുത്. പിന്നെ അതൊന്ന് തളിച്ച് വന്നതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുക. ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അതും അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് കാബേജ് തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തോരനുള്ള ഉപ്പേരി. തോരനാവുമ്പം തേങ്ങ ഒതുക്കിയിടും. ഇതിലിപ്പോൾ തേങ്ങ ഒന്നും ഇടുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ നമ്മൾ കാബേജ് ഉപ്പേരിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു ചട്ടിയും കൂടി വെച്ചെടുത്തതിന് ശേഷം പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ അതിൻ്റെ ഇടയിൽ ഒന്ന് ഞാൻ വറവിട്ടെടുത്തതിന് തേങ്ങ ഒഴിച്ചിട്ട് പിന്നെ ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പപ്പടവും പിന്നെ നമ്മളെ വഴുതനങ്ങയും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. വഴുതനങ്ങ ഫ്രൈ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. മീനൊക്കെ പൊരിക്കുന്ന അതേപോലെ തന്നെ ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വേറൊരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം മുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.